ഓം ശാന്തി. ഈ സ്ഥൂല ദേഹത്തെ മറന്ന് ഞാൻ എൻ്റെ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതമാകുന്നു. ഞാൻ വിശ്വകല്യാണകാര്യത്തിൽ എൻ്റെ ശ്രേഷ്ഠ കർത്തവ്യത്തിൻ്റെ സ്മൃതിയിലിരിക്കുന്നു. സ്വയം നിരാകാർ ശിവപരമാത്മാ തൻ്റെ നിജധാമം പരമധാമം വിട്ട് സൂക്ഷ്മലോകത്തിലേക്ക് വന്ന് അവ്യക്ത ബ്രഹ്മബാബയുടെ ഭൃഗുടിയിൽ വിരാജമാനായി താഴോട്ടിറങ്ങി വന്ന് എൻ്റെ സന്മുഖത്തിൽ ഉപസ്ഥിതമായിരിക്കുന്നു. ബാപ്പ് ദാദാ തൻ്റെ വരദാനി ഹസ്തം എൻ്റെ മസ്തകത്തിൽ വെച്ച് ലൈറ്റും മൈറ്റും നൽകുന്നു. എൻ്റെ ഫരിഷ്ത സ്വരൂപം ഇമർജാകുന്നു. പ്രകാശത്തിൻ്റെ ആകാരി സ്വരൂപം ധാരണ ചെയ്ത് ഞാൻ ഫരിഷ്ത എൻ്റെ ഖുദാ ദോസ്തിൻ്റെ കൂടെ വിശ്വഭ്രമണം ചെയ്യുകയാണ്. സദ്ഗുരുവിനോടൊപ്പം സേവ വർദ്ധിപ്പിക്കാനുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ്. എനിക്കറിയാവുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് സർവരുടെയും സദ്ഗതി ദാതാവായ ബാബ സ്വയം വന്ന് എന്നെ പഠിപ്പിക്കുന്നു. ഞാൻ അതിഭാഗ്യശാലിയായ ആത്മാവാണ്. ബാബ എന്നെ വിഷയസാഗരത്തിൽ നിന്നും മറുകരയ്ക്കെത്തിക്കുന്നു. സുപ്രീം സദ്ഗുരുവായി എന്നെ മുക്തി ജീവൻ മുക്തിയുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി കാട്ടിത്തരുന്നു. പരിതസ്ഥിതികളുടെ ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള കലയും പഠിപ്പിക്കുന്നു. സദ്ഗുരു ബാബ ഈ സംഗമയുഗത്തിൽ എന്നെ വരദാനങ്ങളാൽ സമ്പന്നമാക്കുന്നു. ഞാൻ ബാബയുടെ ആജ്ഞാകാരിയായി ബാബ് സമാനമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ബാബയുടെ മാലയിൽ അടുത്തു വരാൻ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുകയാണ്. എൺപത്തിനാല് ജന്മങ്ങളുടെ ചക്രം പൂർത്തിയാക്കി ഇപ്പോൾ ആദ്യം പോയി മാലയിൽ കോർക്കപ്പെടണം. ഞാൻ വിശാല ബുദ്ധിയോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കാനുള്ള ചിന്തയുണ്ടാകുന്നു. സർവരുടെയും സദ്ഗതി ദാതാവായ
പരംപിതാവ് വന്ന് എന്നെ പഠിപ്പിക്കുന്നു എന്നത് വലിയ അത്ഭുതമാണ്. സർവീസ് എങ്ങനെ വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ വിചാരസാഗരമഥനം ചെയ്യുന്നു. ബാബ സേവനത്തിൻ്റെ വൃദ്ധിക്കായി നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. ഓർമ്മയിലൂടെയാണ് മുഴുവൻ സൃഷ്ടിയും പാവനമാകുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ പവിത്ര സൃഷ്ടി ആവശ്യമാണ്. ഇത് വളരെ മോശമായ തമോ പ്രധാന ലോകമാണ്. വീണ്ടും സതോ പ്രധാനമാകണം. ജ്ഞാനസാഗരനായ ബാബ വന്ന് യജ്ഞം രചിക്കുന്നു. ഇതിൽ മുഴുവൻ ലോകവും സ്വാഹ ആകണം. ബാബ സർവീസിനുള്ള പ്ലാൻ തയ്യാറാക്കി തരുന്നു. ഞാൻ വിശാല ബുദ്ധിയായി പരിധിയില്ലാത്ത സേവനം ചെയ്യുന്നു. ബാബ വളരെ സ്നേഹത്തോടെ പറയുകയാണ്, മധുരമായ കുട്ടികളെ, വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ബാബ ദയാഹൃദയനാണ്. മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്നു. അപ്പോൾ ബലിയർപ്പണം ഒരു ബാബയുടേതാണ്. ബാബയാണ് എന്നെ പഠിപ്പിക്കുന്നത് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. നരനിൽ നിന്നും നാരായണനാവുക എന്ന ലക്ഷ്യവും എൻ്റെ മുന്നിലുണ്ട്. ആദ്യം അവ്യഭിചാരി ഭക്തി ആരംഭിച്ചവർ വന്ന് ഉയർന്ന പദവി നേടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ആത്മീയ സർജനായ ബാബ ആത്മാക്കൾക്ക് എങ്ങനെയാണ് ഇഞ്ചക്ഷൻ നൽകുന്നതെന്ന് പഠിപ്പിക്കുന്നു. ബാബ പറയുകയാണ്, ചാർട്ട് വെക്കൂ, സേവനത്തെക്കുറിച്ച് ചിന്തിക്കൂ, അപ്പോൾ സന്തോഷമുണ്ടാകും. ഞാൻ പ്രധാന ലക്ഷ്യത്തെ മുന്നിൽ വെച്ച് അഭിമാനത്തോടെ ഇരിക്കുന്നു. ഇടപഴകുന്നതിലും സംഭാഷണത്തിലും നല്ല മനസ്സുണ്ടായിരിക്കണം. സർവ കർമ്മേന്ദ്രിയങ്ങളുടെയും ആകർഷണത്തിൽ നിന്നും ഉപരിയായി കമലപുഷ്പസമാനം കഴിയുന്ന ദിവ്യബുദ്ധിയുടെയും ദിവ്യനേത്രത്തിൻ്റെയും വരദാനിയാകൂ. ഇതാണ് ബാബ തന്നിരിക്കുന്ന വരദാനം. സർവ ആകർഷണങ്ങളിൽ നിന്നും ഉപരി ഞാൻ സദാ ഹർഷിതമായി കഴിയുന്നു. കലിയുഗി പതിത വികാരി ആകർഷണങ്ങളിൽ നിന്നും വേറിട്ടതായി അനുഭവം ചെയ്യുന്നു. എവിടെയും ആസക്തിയില്ലെങ്കിൽ ശക്തി സ്വരൂപം പ്രത്യക്ഷമാകുന്നു. ഓം ശാന്തി.